കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 11ആയി. ഇതുവരെ 42 ഇന്ത്യക്കാർ മരിച്ചതായി സ്ഥിരീകരിച്ചു. പരിക്കേറ്റ 50ഓളം പേരിൽ 9 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മരിച്ചവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി അവിടെ നിന്നും സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സുരേഷ്. വളരെ നടുക്കുന്ന ഒരു സംഭവമാണ്, ദാരുണമായ സംഭവമാണ്. ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി സംബന്ധിച്ച് എന്ത് തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ തുടങ്ങാറുള്ളത്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ കഴിയില്ല. കാരണം കുവൈറ്റിൽ ഇന്നലെ പുലർച്ചെ 4 മണിക്കുണ്ടായ തീപിടുത്തം ഇന്ന് അതിന്റെ 24 മണിക്കൂർ പിന്നിടുമ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. ആകെ 49 പേർ മരിച്ചതിൽ 43 പേരും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് വിവരം. 43 പേർ ഇന്ത്യക്കാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 11 മലയാളികളെയും തിരിച്ചറിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചത് പത്തനംതിട്ട സ്വദേശിയുടെ മരണത്തെ കുറിച്ചുള്ള വിവരമാണ്. പത്തനംതിട്ട സ്വദേശിയുടെ മരണം കൂടി വരുമ്പോഴേക്കും തിരിച്ചറിഞ്ഞ മലയാളികളുടെ എണ്ണം മാത്രം 10 ആകുന്നുണ്ട്. അതിൽ 4 പേരും പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഉള്ളവരാണ്. 3 പേർ കൊല്ലം ജില്ലയിൽ നിന്ന്, 2 പേർ കാസർഗോഡ്, ഒരാൾ നമുക്ക് അറിയാവുന്നതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ കോട്ടയം പാമ്പാടിയിൽ നിന്ന്. ഇത്രയും 10 പേരെ തിരിച്ചറിഞ്ഞു. കണ്ണൂർ ധർമ്മടത്ത് നിന്നും ഒരാൾ കൂടി ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. അതാണ് 11ാമത്തെ ആളെന്ന് അറിയുന്നു. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. ഏതായാലും 11 പേർ മരിച്ചതായിട്ടുള്ള വിവരം, 11 പേർ മരിച്ചതായിട്ടുള്ള സ്ഥിരീകരണം. 49 ഇന്ത്യക്കാർ. ആ 49 ഇന്ത്യക്കാരിൽ 11 മലയാളികൾ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. മരിച്ച 49 പേരിൽ 43 ഇന്ത്യക്കാർ കഴിഞ്ഞാൽ പിന്നീട് 5 പേര് ഫിലിപ്പൈനിൽ നിന്നുമുള്ളവരാണ്. ഒരാളെ തിരിച്ചറിയാനുണ്ട്. ഇതാണ് അവിടെ നിന്നും ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള തിരിച്ചറിയൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പിന്നീട് എല്ലാവരുടെയും ഈ ലഭിച്ചിട്ടുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും വിരലടയാളമൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ തിരിച്ചറിയൽ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇനി എത്രയും പെട്ടെന്ന് അതത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി അല്പസമയത്തിനകം ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും അത്തരം നടപടികളിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. മോദി, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നില്ലേ? 9 പേരോ മറ്റോ ഗുരുതരമായി ആശുപത്രിയിൽ തുടരുന്നു എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. സുരേഷ്, മോദി, ചികിത്സയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഏതാണ്ട് 27 ഇന്ത്യക്കാർ ചികിത്സയിലുണ്ട്. അത് കൂടുതൽ പേരും മലയാളികളാണ്. ഒരു 27ൽ 24 പേരും മലയാളികളാണ്. അത്രത്തോളം മലയാളികൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് 9 പേരാണ്. 8 പേരെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അത് 9 പേരെന്ന് സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ ചികിത്സയിലുണ്ടായിരുന്ന 3 പേർ കൂടി രാത്രിയിൽ ആശുപത്രിയിൽ വിടുകയും ചെയ്തു. അതിനുശേഷമാണ് 27 പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത്. പ്രധാനമായും 4 ആശുപത്രികളിലായിട്ടാണ് ഇത്രയധികം പേർ ചികിത്സയിൽ കഴിയുന്നത്. ആ ചികിത്സയിൽ കഴിയുന്നവരിൽ മലയാളികൾ ഏറ്റവും കൂടുതലുണ്ട്. പ്രധാനമായും ഈ പുകവായു ശ്വസിച്ച്, വിഷവാതകം ശ്വസിച്ച്, അതോടൊപ്പം തന്നെ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിനിടയിൽ കെട്ടിടത്തിൽ നിന്നും മുകളിലേക്ക് താഴേക്ക് ചാടി, ഇങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. അബോധാവസ്ഥയിൽ കഴിയുന്ന ആളുകളുണ്ട്. അതോടൊപ്പം ഈ മരിച്ചവരുടെ മുഖത്ത് എല്ലാം തീയും പുകയും എത്തി, ചിലർക്ക് തീ പിടിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതശരീരം. അങ്ങനെയാണ് തിരിച്ചറിയൽ നടപടികൾ വൈകിയത്. ഇപ്പോഴും ഒരു മൃതശരീരം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുമില്ല. പൊള്ളലേറ്റ ആളുകളിൽ നല്ലൊരു ഈ 9 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരിൽ 6 പേർക്കും ഗുരുതരമാണ്. പൊള്ളലാണ് ഏറ്റവും കൂടുതൽ. മറ്റു 2 പേർക്ക് കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റവരാണ് അവർ. ഇവരെയൊക്കെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ഇന്ത്യക്കാരുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലേക്കൊക്കെ കൊണ്ടുവരേണ്ടി വരും. പക്ഷെ പ്രാഥമിക നടപടികൾ ഇപ്പോൾ നടത്തുന്നത് ഈ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനാണ്. നാളെ ഇവിടെ കുവൈറ്റിൽ നാളെ മുതൽ അവധി തുടങ്ങുകയാണ്. ബലിപെരുന്നാളിന്റെ അവധി തുടങ്ങുകയാണ്. അതിനു മുൻപ് ഇന്ന് തന്നെ എല്ലാ നടപടികളും പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചത്. സുരേഷ്, സ്വാഭാവികമായും തോന്നുന്ന ഒരു ആശങ്കയാണ്. ആദ്യം ഘട്ടത്തിൽ ഈ അപകടം അറിയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതാണ്, എന്തുകൊണ്ട് ഇത്രയധികം മലയാളികൾ, എന്തുകൊണ്ട് ഇത്രയധികം ഇന്ത്യക്കാർ മാത്രം എന്ന്. അതിൻ്റെ ഉത്തരവും നമുക്കറിയാം. അതൊരു മലയാളിയുടെ ഉടമസ്ഥയിലുള്ള കമ്പനിയാണ്. അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായതല്ലേ?
തീർച്ചയായും ഒട്ടി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള തിരുവല്ലക്കാരനായിട്ടുള്ള മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം. മാത്രമല്ല ഈ കെട്ടിടം ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടി സജ്ജമാക്കിയിരുന്ന കെട്ടിടമാണ്, ലേബർ ക്യാമ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ അവിടെ മലയാളികളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം മലയാളികൾക്ക് ഈ ദുരന്തത്തിനിരയായത്. ആശുപത്രിയിലുള്ളവരുടെ പേര് വിവരമൊന്ന് വായിക്കാം. അതൊരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരുടെ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ ആളുടെ കുടുംബത്തിനൊക്കെ വലിയ ആശ്വാസമായിരിക്കും. 4 ആശുപത്രികളിലായിട്ടാണ് ആളുകൾ ഇപ്പോൾ കഴിയുന്നത്. അൽ അദാൻ ആശുപത്രിയിൽ അവിടെയുള്ള ചികിത്സയിൽ കഴിയുന്ന ആളുകൾ ഒന്ന് തോമസ് ജോസഫ്, 10 പേരാണ് ആശുപത്രിയിലുള്ളത്. തോമസ് ജോസഫ്, റഷീദ്, ജോയൽ, അതോടൊപ്പം ശ്രീനിവാസൻ, അലക്സ്, അനന്തു, സാബിർ, താഹിർ, പ്രവീൺ, ഇങ്ങനെ 5-10 പേരാണ് അവിടെ ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ മെഡിക്കൽ ICUവിൽ കഴിയുന്ന ആളുകളുണ്ട് 3 പേര്, മറ്റു വാർഡുകളിൽ കഴിയുന്ന ആളുകളും ഉണ്ട്. പിന്നീട് മുബാറക് ആശുപത്രിയിലാണ് കൂടുതൽ പേരുള്ളത്. 7 പേര് മുബാറക് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള 10 പേർ, ആ 10 പേരും മലയാളികളാണെന്ന് കൂടി ഓർക്കണം. അല്ലാദാൻ ആശുപത്രിയിൽ കഴിയുന്ന 10, ചികിത്സയിൽ കഴിയുന്ന 10 പേരും മലയാളികളാണ്. മുബാറക് ആശുപത്രിയിൽ കഴിയുന്നത് നളിനാക്ഷൻ മലയാളിയാണ്, അവിനാഷ് മലയാളിയാണ്. പിന്നീട് മൂന്നാമതായിട്ട് പറയുന്ന റാംകോട്ടി മലയാളിയല്ല, പക്ഷെ അത് ഏത് സംസ്ഥാനക്കാരനാണ് എന്ന് നോക്കേണ്ടതുണ്ട്. കൃഷ്ണ സന്താനം, അദ്ദേഹവും ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. റോജൻ, ഫൈസൽ, ഗോപു, ഇങ്ങനെ 7 പേരാണ് ആ ആശുപത്രിയിൽ കഴിയുന്നത്. 3 പേർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഡിസ്ചാർജ് ചെയ്തു. അത് അരുൺ മോഹൻ, മുഹമ്മദ് അലി, രാജേഷ് കുമാർ, ഈ 3 പേരെയാണ് ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത് രാത്രിയില്. പിന്നീട് ജഹ്റ ഹോസ്പിറ്റലിലുള്ള ഒരു മലയാളി മരിച്ചതായിട്ടാണ് വിവരം വരുന്നത്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ട്. ജഹ്റ ഹോസ്പിറ്റലിൽ 7 പേർ കഴിയുന്നുണ്ട്. പിന്നീട് ഫർസാനിയ ആശുപത്രിയിൽ ഒരാളാണുള്ളത്. ജാബിർ ഹോസ്പിറ്റലിൽ 3 പേര്, സുരേഷ് കുമാർ, ഡാനി തോമസ്, ജിതേന്ദ്ര സിംഗ്, ഇങ്ങനെ 5 ആശുപത്രികളിലായിട്ടാണ് 27 പേർ കഴിയുന്നത്. 3 പേർ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തത്. അടുത്ത മണിക്കൂറിലൊക്കെ കൂടുതൽ വിവരങ്ങൾക്കായി സുരേഷിലേക്ക് എത്താം. വളരെ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. ഒരുപാട് മലയാളികൾ, ഇന്ത്യക്കാരൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണ്. പ്രവാസി മലയാളിയുടെ സ്ഥാപനമായതുകൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയായ മനുഷ്യർക്കൊക്കെ ജോലി ലഭിച്ചിരുന്നു എന്നതുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ആ സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്.